ആശാനെ, ഈ വെയിറ്റ് കൂട്ടിയടിച്ച് നല്ല ഇന്റൻസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നല്ലോണം ഫുഡ് അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ നോമ്പിന്റെ സമയത്ത് 30 ദിവസം കൊണ്ട് നല്ല വെയിറ്റ് ലോസ് ഇരുന്നു. ഞാൻ ചെയ്യട്ടെ? ഹലോ, റമദാൻ മാസമാണ് ഇപ്പോഴും കൺഫ്യൂസ്. There are 3 things that എന്റെ ക്ലയൻസ് ചേഞ്ച് ചെയ്ത് അവരുടെ റമദാൻ റൂട്ടീൻ which I am going to tell you. ട്രെയിനിങ് സൈഡിൽ ഇന്റൻസിറ്റി കുറയ്ക്കണം. ഇത്രയും ഇന്റൻസ് ആയിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കരുത്. നിങ്ങളൊരു ലോങ് ഫാസ്റ്റിംഗ് വിൻഡോ കഴിഞ്ഞിട്ട് വർക്ക്ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിന് മുമ്പ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ പ്ലീസ് ഡോണ്ട് പുഷ് യുവർ ലിമിറ്റ്സ്. ഇറ്റ് ഈസ് ഗോയിങ് ടു എഫക്ട് യു മോർ. ഫോക്കസ് ഓൺ ദ ടെക്നീക്ക്. നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതിന്റെ സ്റ്റൈലിൽ നിന്നും ഒരു 60 to 70% എഫേർട്ട് ഇടുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. ദാറ്റ് ഇസ് ബെറ്റർ ഫോർ യു. ട്രൈ ടു വർക്ക്ഔട്ട് ഫോർ 45 to 60 minutes. തിങ്ക് അബൌട്ട് മെയിൻ്റനൻസ്, നോട്ട് യുവർ പേഴ്സണൽ ബെസ്റ്റ്. ദാറ്റ് ഇസ് വെരി കീ. നമ്പർ 2, ന്യൂട്രീഷന്റെ കാര്യം പറയുകയാണെങ്കിൽ കാലറി ഡെഫിസിറ്റ് ഹെവി ആയി പോയിട്ട് പട്ടിണി കിടക്കരുത്. പ്ലീസ്, കാർബ്സ് ആൻഡ് പ്രോട്ടീൻ നിങ്ങളുടെ ട്രെയിനിങ് എനേബിൾ ചെയ്യുന്ന രീതിയിൽ കറക്റ്റ് മെഷർമെന്റിൽ നിങ്ങൾ കഴിക്കും, അല്ലാതെ ഓരോന്ന് ഒഴിവാക്കാൻ നോക്കും. പ്രയോറിറ്റൈസ് മോർ ഓൺ യുവർ ഫ്ലൂയിഡ്സ് ആൻഡ് ഹൈഡ്രേഷൻ. നമ്പർ 3, ഇത് എല്ലാവർക്കും കൂടെ തയ്ച്ചെന്ന് വരില്ല, പക്ഷേ നോമ്പിന് നമ്മൾ എണ്ണക്കടികൾ കുറയ്ക്കാൻ നോക്കാം. നല്ലതല്ല കേട്ടോ. അഡീഷൻ ഉണ്ടല്ലോ. ഇപ്പോഴും സംശയം തീർന്നില്ലല്ലേ? ഒരു കാര്യം ചെയ്യും, റമദാനിന് കമന്റ് ചെയ്യും, ഞാൻ ഒരു കൺസൾട്ടേഷൻ കോൾ വെച്ചത്. ഓക്കെ.